എന്താ കഴിക്കാനുള്ളത്? നമ്മളെ സ്പെഷ്യല് പൊറാട്ടയും പൂളക്കറിയും ഉണ്ട്, എടുക്കട്ടെ? എന്നാ പിന്നെ അതായിക്കോട്ടെ. മോനെ ഒരു പൊറാട്ടയും ഒരു പൂളക്കറിയും പിടിയും കൊണ്ട്. എന്റെ ബില്ല് എത്രയായി? എന്തെല്ലാം കഴിച്ച്? പൊറാട്ടയും പൂളക്കറിയും. പൊറാട്ട അങ്ങോട്ട് പോരട്ടോ. പൂളക്കറിയും ഞാൻ വിചാരിച്ചോണായി. ആണോ? അടുത്തതിന് ശരിയാക്കാം. അല്ല അപ്പൊ എത്ര പൊറാട്ട തിന്നു? 5 എണ്ണം. പൊറോട്ട അത്ര അങ്ങോട്ട് ശരിയായിട്ടല്ലേ 5 മേലെ നിർത്തിയത്? ₹130. ഒരു ചായ ഇല്ല. അപ്പോ 140. എന്നാ പറ്റില്ല, എഴുതിക്കോ. എങ്ങനെ ഉണ്ടിക്കായി നമ്മളെ ഭക്ഷണമൊക്കെ? കുഴപ്പമില്ല, എന്നാലും അത്ര അങ്ങോട്ട് പോരാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? കുറച്ചും കൂടി ഒക്കെ ഒന്ന് കൊഴുപ്പിക്കാനും. വേറെ മാണ്ടാലോ, അല്ലെ കുറച്ചും കൂടി ഇടണോ? എന്നാ കുറച്ചുകൂടി പൂളക്കറി എടുത്തു. ഓക്കെ. അല്ല 2 പൊറാട്ടയും കൂടി എടുത്തോ. 2 പൊറാട്ടയും കൂടി. നിങ്ങളെ സ്പെഷ്യൽ പൂളക്കറി പൊറോട്ട എടുത്തോട്ടെ. അപ്പൊ കൊണ്ടുതരേ. അതിന്റെ മുകളിലൊന്ന് പെയിന്റ് അടിച്ചേക്കെ. പെയിന്റ് പീടി അപ്പുറത്താണല്ലോ. അതിന്റെ മുകളിൽ ഇച്ചിരി മുളകും ചാറ് ഒഴിക്കാനാ പൊട്ടാ പറഞ്ഞത്. ഓസിച്ചാറില്ലേ? അല്ല ഞാൻ പറയേ ഇനി പൂളക്കറി ഇത്ര ഉഷാറായിട്ടില്ലാന്നല്ലേ. അല്ല പൊറാട്ടക്കുണ്ട് ചെറിയ പ്രശ്നം. എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ പൈസ ഇങ്ങടുത്തോളി ₹100 ഇപ്പൊ തന്നെ വേണല്ലേ? ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ? നല്ല ഭക്ഷണം കേട്ടോ. നിങ്ങളെങ്കിലും നല്ലത് പറഞ്ഞല്ലോ. നിങ്ങൾക്കൊരു വിഷമം വരണമെന്ന് വിചാരിച്ച് പറഞ്ഞതാ. അല്ലേലും ഭക്ഷണം നന്നായിട്ട് പറയാന് എല്ലാവരും മടിയാ. 500 ബാക്കി ഞാൻ പറ്റി കൂട്ടിക്കോളാം. രാവിലെ തന്നെ പറ്റിയരെ കൊണ്ട് ഒരു സ്വൈര്യല്ലല്ലോ. ഡാ എനിക്കെന്താ അവിടെ പണി? ആ പ്ലേറ്റും ഗ്ലാസ് ഒക്കെ റെഡിയാക്ക്. പറ്റിയരിപ്പോ വരും. അല്ല പണിക്കാരിപ്പോ വരും. നമുക്ക് കാക്ക ചെലക്കാണല്ലോ രാവിലെ തന്നെ. നീ എന്തേലും പറഞ്ഞോ? ഞമ്മക്ക് ചാക്ക എടുത്ത് വെക്കണല്ലോ, നാളെ ചേരിയും ചിരട്ടിയും കൊണ്ടുവരണ്ടേന്ന് ചോദിച്ചതാ മൊലാളി. 6 പൊറാട്ടയും 2 പൂളക്കറിയും പാർസലേ. പറ്റില്ല എഴുതാനാണെങ്കിൽ പാർസൽ ഇല്ല കേട്ടോ. എന്നാ പിന്നെ പൊറാട്ടയും പൂളക്കറിയും ക്യാൻസലേ.